നമുക്കറിയാം, ഒരു വ്യക്തിയുടെ സ്കിന്നിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിരിക്കും. നമ്മൾ നമ്മുടെ സ്കിൻ കെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റ് എടുത്ത് ഒരാളെ സമീപിക്കുമ്പോൾ യാതൊരു അറിവും ആ മേഖലയിൽ ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ ട്രഡീഷണൽ ചിന്താഗതി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള വ്യക്തി പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ ഇതൊന്നും ഉപയോഗിച്ചിട്ടല്ല ഈ ഒരു വയസ്സ് വരെ എത്തിയത്. ഇതൊന്നും തന്നെ ഉപയോഗിച്ചിട്ടല്ല ഞാൻ ഈ ഒരു വയസ്സ് വരെ എത്തിയത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉപയോഗിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയുള്ള ചില വാചകങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ കായ്കനികൾ ഭക്ഷിച്ച് നടന്നിരുന്ന മനുഷ്യൻ അതിൽ നിന്നും മാറ്റം വന്ന് ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, ശരിക്ക് ആ ഒരു ട്രഡീഷനിലൂടെ പോവുകയായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി? എന്തിലും നമ്മൾ വളരെയധികം പേടിയാണ് മനുഷ്യന്. പല കമ്പനികളും നമ്മളെ മുക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ എന്താ പറയാ, എല്ലാം ഫേക്ക് ആണെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യ വിഭാഗമുണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ സമൂഹം അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് ആ ഒരു ചിന്ത വരുന്നത്. ഇത് ഉപയോഗിച്ചാല് ഇതും നമ്മളെ എന്താ പറയാ, നമ്മളെ പെടുത്താൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അങ്ങനെയുള്ള ഒരു ചിന്തയിലൂടെ വരുന്ന ഉത്തരങ്ങളാണ് നമ്മൾ ചോദിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അറിവില്ലായ്മ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചില ആളുകൾ പറയും, ഞാൻ സോപ്പാണ് ഉപയോഗിക്കുക മുഖത്ത്, അല്ലാതെ ഞാനൊരു ഫേസ് വാഷും ഉപയോഗിച്ചിട്ടില്ല, ഇത്രയും എത്തിയില്ലേ. പക്ഷേ ഒരു 30-35 വയസ്സ് വരെയൊക്കെ വണ്ടി അങ്ങനെ പോവും. പിന്നെ ചില ആളുകൾക്ക് അതിന് മുമ്പേ സ്കിന്ന് വളരെ മോശമാണെങ്കിൽ അതിന് മുമ്പേ എന്താ പറയുക, ഡ്രൈനസും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ചുളിവുകളും ഒക്കെ കാണാറുണ്ട്. ശരിക്കും നമ്മൾ മുഖത്ത് സോപ്പ് ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇതിനൊക്കെ ആൻസർ നമുക്ക് കിട്ടിയത് ഈ ഒരു മേഖലയെക്കുറിച്ച് പഠിച്ച സമയത്താണ്. പക്ഷെ തീർച്ചയായിട്ടും മാറ്റമുണ്ടാവും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ്. ഇതൊന്നും ഉപയോഗിക്കാതെ ഞാനൊന്നും ഉപയോഗിക്കാറില്ല എന്ന് പറയുന്ന ആ മനുഷ്യന്റെ മുഖത്തേക്കൊന്നും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ആ ഒരു സ്കിന്നിന്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു മോയ്സ്ചറൈസിങ്, ഒരു ഒരു നമ്മൾ കാണുന്ന ജന്മനാ നമുക്ക് നമ്മുടെ സ്കിന്നിൽ വരുന്ന ഒരു സെബം ഉൽപാദനമൊക്കെ നിന്ന് പോയിട്ട്, സോപ്പൊക്കെ ഉപയോഗിച്ച ആളുകളിലെ ആണ് ഞാൻ പറയുന്നത്, സെബമൊക്കെ ഉൽപാദനമൊക്കെ നിന്ന് പോയിട്ട് ഡ്രൈ ആയി റിങ്കിൾസ് വീണ് വളരെയധികം ബ്ലാക്ക് കളറൊക്കെ ബാധിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി ആളുകളെ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ചില ആളുകൾ അനുഭവങ്ങൾ പറയാറുണ്ട്: ഞങ്ങള് ഫുഡ് സപ്ലിമെന്റ് കൊണ്ടുപോയിട്ട് ഫുഡ് സപ്ലിമെന്റിലേക്ക് നോക്കുന്നേ ഇല്ല, നമ്മുടെ ക്രീംസും കാര്യങ്ങളും ഒക്കെയാണ് നോക്കുന്നതെന്ന്. കാരണം അത്രത്തോളം നമ്മുടെ മുഖത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. കാരണം നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് കോൺഫിഡൻസ് കുറയുന്നത് ചോദിച്ചാൽ പല കാരണങ്ങളുമുണ്ട്. ജീവിതത്തിൽ ഞാൻ ഒന്നും ആയിട്ടില്ല, ഒന്നും വിജയിച്ചിട്ടില്ല, അങ്ങനെയുള്ള ചിന്താഗതി കൊണ്ട് വരുന്ന കോൺഫിഡൻസ് കുറവിന് പുറമെ നമ്മുടെ സ്കിന്ന്, നമ്മുടെ ഫേസ് വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഒരു പാടുണ്ടെങ്കിൽ, ഒരു ബ്ലാക്ക് ആയിട്ട് കിടക്കുന്ന ഒരു പാടുണ്ടെങ്കിൽ, നമുക്ക് തീർച്ചയായിട്ടും അത് പൊത്തി വെച്ചുകൊണ്ട് സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. നമ്മുടെ പല്ല് മോശമാണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ വായ പൊത്തി വെച്ച് നമ്മൾ സംസാരിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ് എന്ന് പറയുന്നത്, നമ്മൾ നേരെ നോക്കി ആളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഫേസ് വലിയ ഒരു, നമ്മുടെ ഫേസിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾ നമ്മുടെ കോൺഫിഡൻസിന്റെ ലെവല് മുകളിലേക്ക് കൊണ്ടുവരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ നമുക്ക് പിന്നെ നമുക്ക് ഒരു എന്താ പറയാ, എങ്ങനെയാണ് നമ്മുടെ സ്കിന്ന് നമ്മൾ ശ്രദ്ധിക്കുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് ബേസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യണം നമ്മുടെ ഫേസ് എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ ശരീരമായിക്കോട്ടെ നമ്മുടെ മുഖമായിക്കോട്ടെ, നമ്മൾ ക്ലെൻസ് ചെയ്യുക. ക്ലെൻസിങ് ആണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. എല്ലാവരും ക്ലെൻസിങ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുളിക്കുമ്പോൾ സോപ്പ് എടുത്തിട്ട് നന്നായി പതപ്പിച്ച് കണ്ണ് ഇറുക്കി അടച്ച് ആ ഒരു പതപ്പിച്ചിട്ടുള്ള ആ ഒരു കഴുകുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അത് തെറ്റായ ഒരു രീതിയാണ്. ഡ്രൈനെസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വളരെയധികം സാധ്യതയുള്ള ഒരു കേസാണത്. കാരണം നമുക്കറിയാം, ഫേസ് വാഷ് ഉണ്ട്, ഹാൻഡ് വാഷ് ഉണ്ട്, ഇന്റിമേറ്റ് വാഷ് ഉണ്ട്. എന്തിനാണ് ഇവയൊക്കെ ഇറക്കിയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കമ്പനികളൊക്കെ നന്നാവാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേക്കുറിച്ച് പഠിച്ച്, സയന്റിഫിക് ആയിട്ട് പഠിച്ച്, അതിന്റെ പിന്നെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ട് വന്നിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഓരോന്നും. പക്ഷെ അതിൽ എത്രത്തോളം കെമിക്കലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിനനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. പാരബൻ ഫ്രീ ആയിട്ടുള്ള, കെമിക്കൽസ് ഫ്രീ ആയിട്ടുള്ള നാച്ചുറൽ ഉൽപ്പന്നങ്ങൾ നമുക്ക് ആർസിഎം തരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ധൈര്യപൂർവ്വം ഉപയോഗിക്കാം. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത മൈൽഡ് ആയിട്ടുള്ള, എന്താ പറയാ, സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഉൽപ്പന്നം. അപ്പോൾ ആദ്യമായിട്ട് എങ്ങനെയാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ക്ലെൻസിങ് ആണ്.
ക്ലൻസിങ് കഴിഞ്ഞാൽ മോയ്സ്ചറൈസിങ് നിർബന്ധമാണ്. എന്താണ് ഈ മോയ്സ്ചറൈസിങ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള സ്വാഭാവിക ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മോയ്സ്ചറൈസിങ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലൻസിങ് ആയി, മോയ്സ്ചറൈസിങ് ആയി. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ എന്തിനു ഉപയോഗിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മൾ നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ നമ്മൾ ഒരു സ്ക്രീൻ പോലെ പ്രവർത്തിക്കുന്ന ക്രീമാണ്. നമ്മുടെ സ്കിന്നിന്റെ ലെയറിൽ ഒരു മറച്ചിട്ട് നമ്മളെ സൂക്ഷിക്കുന്ന, വെയിലത്ത് നിന്നും സൺലൈറ്റിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്ന സൺസ്ക്രീൻ ഇടണമെന്നാണ് പറയുക. ഇപ്പോഴത്തെ ചെറിയ മക്കൾക്ക് പോലും അത് അറിയാവുന്ന ഒരു കാര്യമാണ്. AI ചോദിച്ചു കഴിഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കൂ, ഗൂഗിളിനോടൊന്ന് ചോദിച്ചു നോക്കൂ, എന്റെ സ്കിൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ പോയിന്റ് വൈസ് ആയിട്ട് ഇങ്ങനെ വരും, ഈ ക്ലെൻസിങ്, മോയ്സ്ചറൈസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൺസ്ക്രീൻ ഇട്ട ശേഷം എക്സ്ഫ്ലോയിറ്റിംഗ് ആണ്. എക്സ്ഫോളിയേറ്റിംഗ് മീൻസ് നമ്മൾ നമ്മുടെ ഡെഡ് സ്കിന്ന് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ബെഡ്റൂമിൽ നമ്മുടെ ബെഡിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ബെഡ്റൂമിൽ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കിടക്കാനും ഇരിക്കാനും ഒക്കെ ഒരു വിമുഖത, ഇതിനെക്കുറിച്ച് അറിവുകളുള്ള ആളുകൾ കിടക്കില്ല. കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ സെൽസ് എന്നും പൊഴിഞ്ഞു പോകുന്നുണ്ട്. ചില സെൽസ് പൊഴിഞ്ഞ് വീഴാതെ അവിടെ തന്നെ നിന്ന് ചെളിയും അഴുക്കുമായിട്ട് കൂടിച്ചേർന്ന് ബ്ലാക്ക് ആയിട്ട് രൂപപ്പെടാറ്. അപ്പൊ നമ്മുടെ സെൽസ് ഇങ്ങനെ റീജോയിനിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതായത് അത് പൊഴിയുന്നു, വളരുന്നു, അങ്ങനെയുള്ള ഒരു പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ വേണ്ടത്ര പോഷകങ്ങൾ കിട്ടിയിട്ടില്ല എങ്കിൽ അത് പുതിയ സെൽസ് വരാൻ വേണ്ടിയിട്ട് താമസം ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് പ്രായാധിക്യം നമ്മുടെ സ്കിന്നിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതിനാണ് എക്സ്ഫോളിയേറ്റിംഗ് എന്നുള്ള പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മൾ പണ്ടൊക്കെ ഈ പച്ചരിയൊക്കെ പൊടിച്ച് അങ്ങനെയുള്ള നാച്ചുറൽ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സ്ക്രബൊക്കെ ചെയ്യും ആളുകൾ. ആ ഒരു സ്ക്രബ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡെഡ് സെൽസ് റിമൂവ് ആയിട്ട് ക്ലീൻ ആവും നമ്മുടെ ഫേസ്. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് സൺസ്ക്രീൻ തരുന്നത്. അങ്ങനെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ, കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേജുകൾ ഉണ്ട് നമ്മൾ സ്കിൻ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് നല്ല തിളക്കമുള്ള ഒരു സ്കിന്ന് നമുക്ക് കിട്ടുക എന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും സ്കിന്നിൽ ഹൈഡ്രേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കേണ്ടതായിട്ടുണ്ട്. ധാരാളം വെള്ളം കുടിക്കുക. ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കാതെ, വെള്ളം അളന്ന് വെച്ച് ഒരു ആളുടെ ശരീരത്തിന് എത്രത്തോളം വെള്ളം വേണം എന്നൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഹൈറ്റ് അനുസരിച്ച്, നമ്മുടെ വെയിറ്റ് അനുസരിച്ചിട്ട് നമുക്ക് വേണ്ട ലിറ്റർ കണക്കിനുള്ള വെള്ളം, ഏറ്റവും കുറഞ്ഞത് ഒരു 2.5 ലിറ്റർ ഒരു വ്യക്തി കുടിച്ചിരിക്കണം ഒരു ദിവസം വെള്ളം. പിന്നെ വേണ്ടത് നമുക്ക് എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിന്നൊക്കെ വേർത്ത് നമ്മൾ അഴുക്കൊക്കെ പുറത്തേക്ക് പോയി നമ്മളൊന്ന് റീഫ്രഷ് ആവും. അപ്പൊ എക്സസൈസ് ചെയ്യുന്ന ആളിന്റെ ഫേസ് എപ്പോഴും തിളക്കമുള്ളതായിരിക്കും. ഡ്രിങ്ക് വാട്ടർ ആൻഡ് എക്സസൈസ് രണ്ടും വളരെ നിർബന്ധമാണ്. അതല്ലാതെ വേറൊരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഉറക്കം. നമ്മുടെ സ്ലീപ്പിംഗ് ടൈം എത്രത്തോളം ഉണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ സൗന്ദര്യം. ഉറക്കം കൃത്യമായി കിട്ടാത്ത ഒരാളെ സംബന്ധിച്ച് അയാളുടെ സ്കിന്ന് വളരെ ഡള്ളായിരിക്കും. റിങ്കിൾസ് ഒക്കെ വീണ്, ചുളിവുകൾ വീണ്, ബ്ലാക്ക് ഒക്കെ വീണ് ആകെ പ്രയാസമുള്ള ഒരു സ്കിന്നായിട്ട്, ഒരു വലിച്ചിലുള്ള സ്കിന്നായിട്ട് മാറാറുണ്ട് ഉറക്കം കിട്ടാത്ത ആളെ സംബന്ധിച്ച്. അപ്പൊ നമ്മുടെ ഇതിനെല്ലാം പരിഹാരമുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, സ്ലീപ്പിംഗ് ടൈമും എക്സസൈസും വെള്ളം കുടിക്കലും നമ്മൾ വ്യക്തികള് നമ്മൾ മാത്രം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അത് ഒരു കമ്പനിയും ഒരു പ്രൊഡക്റ്റും നമുക്ക് അതിൽ തരില്ല. അത് നമ്മുടെ എന്താ പറയാ, നമ്മള് വ്യക്തി ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളിൽ മസ്റ്റായിട്ട് നമ്മൾ ഇന്ന് ചെയ്തോ എന്ന് രാത്രി കിടക്കാൻ നേരത്ത് ചിന്തിക്കേണ്ട വസ്തുതകളാണ്. അതിനൊപ്പം ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മളെ എങ്ങനെ സഹായിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു ക്രീമും ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഫ്യൂച്ചറിൽ ഈ ചുളിവുകളും ഇനി ബ്ലാക്ക് ഹെഡ്സും കാര്യങ്ങളും ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഹൈഡ്രേഷൻ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും ഫേസിലുള്ള. അപ്പൊ ആ ഫേസിൽ നമ്മൾ ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ചുളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് നമ്മൾ ഹൈഡ്രേഷനുള്ള ക്രീമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു കോട്ടിംഗ് പോലെ നിന്നിട്ട് നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മളെ സ്കിന്ന് നമ്മൾ ചിരിക്കുമ്പോഴൊന്നും ആ ഒരു വടുക്കളും പരിക്കളൊന്നും വരില്ല. പിന്നെ എങ്ങനെ അത് പ്രവർത്തിക്കുന്നു, ഓരോ ക്രീമിന്റെ നമ്മളെ RCMലുള്ള നമ്മുടെ ഫേസ് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ 3 ഉൽപ്പന്നങ്ങളാണെന്ന് പറയാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് വരാം. RCM ഫേസ് കെയർ പ്രൊഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് വലിയ ഗുണങ്ങൾ തരുന്ന, ഒരുപാട് പ്രയോജനങ്ങൾ തരുന്ന നമ്മുടെ സ്കിന്നിന് 3 ഉൽപ്പന്നങ്ങളാണ്. നൈസ
ആലോ ഹൈഡ്രേഷൻ മൾട്ടിപർപ്പസ് ക്രീം, നമ്മുടെ നൈസ ഫേസ് വാഷ്, നമ്മുടെ നൈസ ഫ്രഷ് ആൻഡ് ഷൈൻ ക്രീം. ഈ 3 ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ സ്കിന്നിൽ എത്രത്തോളം മാറ്റം വരുത്താം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ക്ലെൻസിങ്ങിലേക്ക് പോവാം. എങ്ങനെയാണ് നമ്മുടെ സ്കിന്ന് ക്ലെൻസ് ചെയ്യേണ്ടത്? ഈ ഒരു നൈസ ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് കിട്ടുക എന്ന് നമ്മൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. നമ്മൾ ഉപയോഗിച്ച ശേഷം നമുക്ക് റിസൾട്ട് കിട്ടിയ ശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് ഈ അറിവുകൾ വലിയ ഗുണം ചെയ്യുന്നുള്ളതാണ്. അതായത് ഈ നൈസ ഫേസ് വാഷ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു വാഷ് കൊണ്ട് തന്നെ ഒരു പ്രാവശ്യം നൈസ ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മുടെ മുഖം കഴുകുമ്പോൾ തന്നെ ഫ്രഷ് ആവാനും ചർമ്മം തിളക്കമുള്ളതാക്കാനും സാധിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. നമ്മുടെ മുഖം ശരിക്കും പറഞ്ഞാൽ ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിലൂടെ മനോഹരമായ ചർമ്മമാവാൻ വേണ്ടിയിട്ട്, മിനുസമാർന്ന ചർമ്മമാവാൻ വേണ്ടിയിട്ട്, തെളിഞ്ഞതാവാൻ വേണ്ടിയിട്ട് ദിവസേനയുള്ള ഫേഷ്യൽ വാഷിലൂടെ ആഴത്തിലുള്ള ഒരു ശുദ്ധീകരണം നടക്കുന്നുണ്ട് നമുക്ക്. അപ്പൊ ഈ ഒരു ആഴത്തിലുള്ള ശുദ്ധീകരണം ഈ ഒരു ഫേസ് വാഷിലൂടെ നമുക്ക് സാധ്യമാണ്. എണ്ണമയം നീക്കം ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഫേസ് വാഷ് തന്നെയാണ് നമ്മുടെ RCM നൈസ ഫേസ് വാഷ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഫേസ് വാഷ് നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും ഗുണങ്ങൾ തരുന്നു എന്ന് ചോദിച്ചാൽ, ഒരുപാട് പ്രകൃതിദത്ത ചേരുവകൾ അടങ്ങിയിട്ടുള്ളതായതിനാൽ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ചർമ്മത്തിൽ സ്വാഭാവികമായി അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകളുടെ അളവ് നിലനിർത്തുന്നതിനും ചർമ്മത്തെ മിനുസമാക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല പൊടി, മണ്ണ് തുടങ്ങിയ മൂലകങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തുന്നതിനെതിരെ ഇത് ഒരു തടസ്സമായിട്ട് പ്രവർത്തിക്കും. നമുക്കറിയാം ഇന്നത്തെ കാലത്തുള്ള ഒരു പൊല്യൂഷൻ, പൊടിയായിട്ട് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് പൊല്യൂട്ടഡ് ആണ് നമ്മുടെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്കിന്നിനെ തീർച്ചയായിട്ടും അത് ബാധിക്കും. അപ്പൊ അതിനെതിരെ നമ്മുടെ സ്കിന്നില് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരു തടസ്സമായിട്ട് ഇതിന്റെ ഈ ഒരു ഗുണങ്ങൾ പ്രവർത്തിച്ച് നമ്മുടെ സ്കിന്നിന് ലെയർ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു ഗുണമാണ്. കാരണം ഒരു ഫേസ് വാഷും ക്ലൻസിങ് മാത്രം ചെയ്യുന്ന ഫേസ് വാഷിനെ സംബന്ധിച്ച് നമുക്കത് പറയാൻ പറ്റില്ല. നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ഒരു പ്രത്യേകത, ഒരുപാട് പ്രകൃതിദത്ത ചേരുവകൾ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ടീ ട്രീ ഓയിൽ, അല്ലെ, എന്തെല്ലാം പ്രകൃതിദത്ത ചേരുവകളാണ് ഇതിൽ നമ്മുടെ ഫേസ് വാഷിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം. ടീ ട്രീ ഓയിൽ ഉണ്ട്, ഓറഞ്ച് ഓയിൽ ഉണ്ട്, ഏലക്ക ഓയിൽ, അതാണ് കാർഡമം ഓയിൽ എന്ന് പറയുന്നത് ഏലക്ക ഓയിലാണ്, നാരങ്ങ ഓയിൽ ഉണ്ട്. ഇത്രയും ഘടകങ്ങൾ, ഈ പ്രകൃതിദത്ത ചേരുവകളെല്ലാം നമ്മുടെ ചർമ്മത്തെ ഡീറ്റോക്സ് പാക്ക് എന്ന നിലയിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതായത് വിമുക്തമാക്കിയിട്ട് നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കുന്ന ഒരു ഡീറ്റോക്സ് പാക്ക് ആയിട്ട് നമുക്ക് ഈ നൈസ ഫേസ് വാഷിനെ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് തൃപ്തികരമായ, അതായത് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തത എന്ന് നമുക്ക് പറയില്ലേ, നമുക്കൊരു ഉന്മേഷം നൽകുന്ന pH ന്യൂട്രൽ ഫേഷ്യൽ ക്ലെൻസിങ് വാഷ് ആയിട്ട് നമുക്ക് RCM നൈസ ഫേസ് വാഷിനെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, നമ്മളൊരു മേക്കപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് പുറത്തു പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ണ്, അഴുക്ക് തുടങ്ങിയവ വരുന്ന സമയത്ത് പൂർണ്ണമായിട്ട് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് അല്പം എടുത്ത് നമ്മൾ ക്ലെൻസ് ചെയ്ത് നമ്മൾ കഴുകി കളഞ്ഞാൽ ക്ലിയർ ആയിട്ട് പൂർണ്ണമായും ക്ലിയർ ചെയ്ത് നമ്മുടെ ചർമ്മത്തെ ഫ്രഷ് ആക്കാൻ നമ്മുടെ ഫേസ് വാഷ് നമ്മെ സഹായിക്കും. മറ്റു ഫേസ് വാഷുകൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു രൂക്ഷമാണോ, നമ്മുടെ ചർമ്മത്തിന് വലിച്ചിലോ ഒന്നും തന്നെ നമുക്ക് അനുഭവപ്പെടില്ല എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. ഉപയോഗിച്ച ആളുകൾക്ക് അറിയാം. നമുക്ക് ഒരു ദിവസത്തിൽ 2 or 3 പ്രാവശ്യം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് നമ്മുടെ RCM നൈസ പ്യൂരിഫയിങ് ഫേഷ്യൽ വാഷ് 100% സോപ്പ് രഹിതമാണ്. എല്ലാതരം ചർമ്മത്തിനും, അതായത് സെൻസിറ്റീവായ ചർമ്മമായിക്കോട്ടെ, ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, ഏത് ചർമ്മക്കാർക്കും. നമ്മളോട് പലരും ചോദിക്കാറുണ്ട്, എന്റെ സ്കിന്നിന് സ്യൂട്ടാണോ ഈ ഫേസ് വാഷ് എന്ന് ചോദിക്കാറുണ്ട്. ധൈര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യൂ, എല്ലാവർക്കും അനുയോജ്യമാണ് നമ്മുടെ ഫേസ് വാഷ്. ഡെർമറ്റോളജിക്കൽ ടെസ്റ്റിന്, അതായത് സ്കിന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കി, ത്വക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കിയതാണ് നമ്മുടെ നൈസ ഫേസ് വാഷ്. കഠിനമായ സിന്തറ്റിക് വസ്തുക്കൾ ഒന്നും തന്നെ ഇതിൽ അടങ്ങിയിട്ടില്ല. നമ്മൾ പറയാറില്ലേ, മദ്യം, ഈ മിനറൽ ഓയിലുകൾ, കൃത്രിമ നിറങ്ങൾ, സുഗന്ധങ്ങൾ ഒന്നും തന്നെ ഇതിൽ അടങ്ങിയിട്ടില്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ജെല്ലാണ്. നമുക്ക് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഫേഷ്യൽ മസാജ് ആയിട്ട്, അതായത് കുറച്ചെടുത്ത് നമ്മൾ ചെറിയൊരു മസാജും കഴുകി കളയുകയും ചെയ്യുന്നതിലൂടെ ചർമ്മത്തിൽ അധിക എണ്ണയും, നമ്മൾ പറയാറുണ്ട് പോർസില് നമ്മുടെ സുഷിരങ്ങൾ അടയുന്ന അഴുക്കും മൃദുവായിട്ട് നീക്കം ചെയ്യുന്ന ഒരു അവസ്ഥയാണിത്. അത്ര സോഫ്റ്റ് ആണ് ഇതിന്റെ ജെല്ല് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ചർമ്മത്തിലെ എണ്ണ ഉൽപാദനം
ഈ നമ്മളെ സ്കിന്നിലൊക്കെ ഒരു സെബം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അത് നമുക്കറിയാം, നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നമ്മുടെ നോസിനും നമ്മുടെ മൂക്കിന്റെ സൈഡിലൊക്കെ എണ്ണമയം ധാരാളം ഉള്ള ആളുകളുണ്ട്. അത് ഈ ഒരു എണ്ണ ഉത്പാദനത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നിരന്തരം നമ്മൾ ഈ ഫേസ് വാഷ് ഉപയോഗിച്ച് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നമ്മളെ ഫേസിൽ വരുന്ന ഒരു എണ്ണ ഉത്പാദനം കൺട്രോൾ ആയിട്ടുണ്ടാവും. ഒലിക്കുന്നുണ്ടാവില്ല എണ്ണ. അതുകൊണ്ട് തന്നെ പിമ്പിൾസ് വരികയും ഇല്ല. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, നമ്മൾ ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിലൂടെ എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഫേസ് വാഷിന്റെ ഒരു സവിശേഷത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ത്വക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കിയതാണ് നമ്മുടെ, അതായത് പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് നമ്മുടെ ഫേസ് വാഷ്. പാരബൻ രഹിതമാണ്. 100% പ്രകൃതിദത്ത ചേരുവകൾ കൊണ്ട് സമ്പുഷ്ടവും സോപ്പ് രഹിതവുമായ ഫോർമുലയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, സോപ്പ് ഉപയോഗിക്കാൻ നമ്മുടെ ഫേസിൽ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. സോപ്പ് രഹിതമായിട്ടുള്ള ഫേസ് വാഷ് ആണ് നമ്മുടേത്. പിന്നെ എന്താണ് ഇതിന്റെ ഒരു സവിശേഷത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഫോർമുല, അതായത് ഈ നമ്മുടെ ഫേസ് വാഷ് ഉപയോഗിച്ച ഫോർമുല മുഖക്കുരു മാറാൻ വേണ്ടിയിട്ടും മുഖക്കുരുവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും വളരെയധികം സഹായിക്കുന്ന ഒരു ഫേസ് വാഷ് ആണ്. നമ്മുടെ മുഖത്ത് വരുന്ന എണ്ണ, അഴുക്ക് ഉൾപ്പെടെ ഉള്ള മറ്റു മലിനീകരണ വസ്തുക്കൾ മുഴുവനും നമ്മൾ മേക്കപ്പ് ആയിക്കോട്ടെ എന്തായാലും ആഴത്തിൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഫേസ് വാഷ് നമുക്ക് ഉപയോഗിക്കാം. മലിനീകരണം, അതായത് പൊല്യൂഷൻ മൂലം നമ്മുടെ ചർമ്മത്തിൽ മുമ്പ് എന്തെങ്കിലും പാടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പണ്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ, നമ്മൾ ഇതുപോലെ ഒന്നും കെയർ ചെയ്യാതെ, അറിവ് കിട്ടാതെ നമ്മൾ നടന്നതിന്റെ റിസൾട്ടായിട്ട് നമ്മുടെ മുഖത്ത് എന്തെങ്കിലും പാടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിരന്തരമായ നൈസ ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിലൂടെ അത് മങ്ങി മങ്ങി പോകുന്നതായിട്ട് പൂർണ്ണമായും മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. നമ്മൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാവുക, ആളുകൾക്ക് എണ്ണമയമുള്ള മുഖം വല്ലാതെ ഒരു ശല്യക്കാര സ്കിൻ എന്നൊക്കെ പറയാറുണ്ട്. എണ്ണ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ചർമ്മക്കാർക്ക് ചർമ്മത്തിലെ സെബം ഉൽപാദനത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേസ് വാഷ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ഇതിന്റെ മനോഹരമായ ഒരു പേരായിട്ട് നമുക്ക് എടുത്തു പറയാം, നൈസ പ്യൂരിഫയിങ് ഡെയിലി ഫേഷ്യൽ വാഷ്. ഒരു ചെറിയ അളവിൽ കൈകളിലെടുത്ത് ചർമ്മത്തിൽ സൗമ്യമായിട്ട് മസാജ് ചെയ്യുക. ഇതില് അടങ്ങിയിരിക്കുന്ന തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു പ്രകൃതിദത്ത ചേരുവകളുടെ സമൃദ്ധി നമുക്ക് പ്രയോജനപ്പെടുത്തുന്നതിന് മുഖത്ത് ഒരു തുല്യ പാളിയായിട്ട് പുരട്ടി കൊടുക്കുക. ഇങ്ങനെ ഫേസിൽ ഒരല്പം എടുത്ത് ഇങ്ങനെ പുരട്ടി കൊടുത്ത് ഇങ്ങനെ മസാജ് ചെയ്ത് മുഖം കഴുകുമ്പോഴെല്ലാം ഇത് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കാരണം മാർക്കറ്റിലുള്ള മറ്റ് ഫേസ് വാഷ് ഉപയോഗിച്ച ആളുകൾക്ക് അറിയാം, ഒരു നേരം ഉപയോഗിച്ചാൽ കഴിഞ്ഞാൽ പോലും ഈ ഫേസ് വല്ലാതെ ഡ്രൈ ആയിട്ടും വലിച്ചിലായിട്ടും അനുഭവപ്പെടാറുണ്ട്. അത് പിന്നെ 3 നേരവും 4 നേരവും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. പക്ഷെ ഇത് നമുക്ക് 3 4 നമ്മൾ എപ്പോഴാണോ ടയർഡായിട്ട് വീട്ടിലേക്ക് എത്തുന്നത്, നമുക്ക് മുഖം കഴുകുമ്പോഴൊക്കെ കുറച്ചെടുത്തിട്ട് മുഖം നന്നായിട്ട് മസാജ് ചെയ്ത് കഴുകാൻ വേണ്ടിയിട്ട് പറ്റും. മൃദുവായ ടവൽ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ തുടയ്ക്കാന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരത്ത ടവലോ വലിയ ഒരമുള്ള തോർത്തോ ഒന്നും എടുത്ത് നമ്മൾ നമ്മുടെ ഫേസിനെ നമ്മൾ ഉരച്ച് തുടയ്ക്കാൻ പാടില്ല. അതായത് ഒരു കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്ന പോലെ വേണം നമ്മുടെ ഫേസ് നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ക്ലൻസിങ് ചെയ്ത് കഴിഞ്ഞു, മുഖം നല്ല ക്ലിയർ ആയി. ഇനി എന്താണ് നമ്മുടെ മുഖത്ത് വേണ്ടതെന്ന് ചോദിച്ചാൽ ഹൈഡ്രേഷൻ നിലനിർത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മുഖത്ത് നല്ല നല്ല ഹൈഡ്രേഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പ്രകൃതിയെ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു എന്താ പറയാ, നമുക്ക് പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങളുള്ള പ്രകൃതിദത്ത മോയ്സ്ചറൈസർ എന്നൊക്കെ പറയുന്ന കറ്റാർവാഴ അടങ്ങിയിട്ടുള്ള നമ്മുടെ നൈസ ആലോ ഹൈഡ്രേഷൻ മൾട്ടി പർപ്പസ് ക്രീം നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചർമ്മത്തെ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്ന അതിശയകരമായ ഒരു ക്രീമാണ് ഈ ഒരു ക്രീം എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. കാരണം ഇത് അടങ്ങിയിട്ടുള്ളത് കറ്റാർവാഴയാണ്. അതായത് നൈസ അലോ ഹൈഡ്രേഷൻ മൾട്ടി പർപ്പസ് ക്രീം എന്നുള്ള ഈ ഒരു പേരുള്ള നമ്മുടെ ഈ ക്രീം ലൈറ്റ് ആയിട്ടുള്ളതാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഹാർഡ് ആയിട്ടുള്ള ഒരു ക്രീം അല്ല, എണ്ണമയം ഇല്ലാത്ത ഒരു ക്രീമാണ്. ലൈറ്റ് ആയിട്ടുള്ള എണ്ണമയം ഇല്ലാത്തതുമായ ഒരു ഫോർമുലയാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഏത് ചർമ്മമായാലും നമ്മൾ പല ആളുകളും നമ്മളോട് പെട്ടെന്ന് ചോദിക്കും, നമ്മളൊരു ക്രീം സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്റെ ചർമ്മത്തിന് പറ്റുമോ, എന്റെ സ്കിന്നിന് ഇത് സ്യൂട്ടാണോ? ഏത് തരത്തിലുള്ള ചർമ്മമായാലും ഏത് സീസൺ ആയാലും, അതായത് വേനൽക്കാലം ആയിക്കോട്ടെ, മഞ്ഞുകാലമായിക്കോട്ടെ, മഴക്കാലമായിക്കോട്ടെ, ഏത് കാലഘട്ടത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ, നമ്മുടെ ശരീരത്തിലും നമ്മുടെ മുഖത്തിലും നമ്മൾ ആരോഗ്യകരമായ ചർമ്മം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ക്രീമാണ് നൈസ ആലോ ഹൈഡ്രേഷൻ മൾട്ടി പർപ്പസ് ക്രീം. മാത്രമല്ല 24 മണിക്കൂറും
നമ്മുടെ ആഴത്തിൽ, അതായത് ഡീപ്പായിട്ട് ജലാംശം നിലനിർത്തി നമ്മുടെ ചർമ്മത്തെ മൃദുലമാക്കി വെക്കാൻ വലിയ സഹായം ഈ ഒരു ക്രീം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മുടെ ജലാംശം നിലനിർത്തിയ സ്കിന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പൊള്ളിയ അടയാളങ്ങൾ മായ്ക്കാൻ വേണ്ടിയിട്ട് വളരെ സഹായിക്കുന്നുള്ളത് വലിയൊരു സ്പെഷ്യാലിറ്റിയാണ് നമ്മുടെ ക്രീമിന്റെ. അതായത് നമ്മൾ തീ കൊണ്ട് പൊള്ളിയതോ അല്ലെങ്കിൽ ചൂടുവെള്ളം വീണ് പൊള്ളിയതോ ആയ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അത് മായ്ക്കാൻ, അത് ക്രമേണ മാഞ്ഞു അവിടെ ക്ലിയർ ആയിട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് ഈ ഒരു ക്രീം ഉപയോഗിച്ചാൽ നിരന്തരമായ ഉപയോഗത്തിലൂടെ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ പൊള്ളിയ ആളുകളെ സംബന്ധിച്ച് ഈ ഒരു തണുത്ത ക്രീം ഉപയോഗിക്കുന്ന സമയത്ത് വലിയൊരു സുഖമാണ്, വലിയ ഒരു പ്രതീക്ഷയാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. കാരണം നമ്മൾ വലിയ ക്രീമുകൾക്ക് പുറമെ ഡോക്ടേഴ്സ് ഒക്കെ എഴുതി തരുന്ന ഒരുപാട് വിലയുള്ള ക്രീമുകൾക്ക് പുറമെ പോവേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മുടെ ഈ ഒരു നൈസ ആലോ ഹൈഡ്രേഷൻ മൾട്ടി പർപ്പസ് ക്രീം കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഉപയോഗിക്കുക, മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക. എന്താണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി? വെറും ഒരു കറ്റാർവാഴ മാത്രമാണെങ്കിൽ കറ്റാർവാഴ എടുത്ത് തേച്ചാൽ മതിയോ എന്നൊക്കെ നമുക്ക് മനസ്സിൽ ചിന്ത വരാറുണ്ട്. പക്ഷെ വെറും കറ്റാർവാഴ മാത്രമല്ല ഇതിൽ അടങ്ങിയിരിക്കുന്നത്. വൈറ്റമിൻ B3, നമ്മള് സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് സ്കിന്നിനെ കുറിച്ച് കൂടുതൽ അറിവുള്ള ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നിയാസിനാമൈഡ് വാങ്ങിക്കുക. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പറയാറുണ്ട് നിയാസിനാമൈഡ് അടങ്ങിയ ക്രീമാണോ എന്ന് ചോദിക്കാറുണ്ട്. എന്താണ് ഈ നിയാസിനാമൈഡ്? B3 ആണ്, നമ്മുടെ വൈറ്റമിൻ B3 ആണ് നിയാസിനാമൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ B3യും വൈറ്റമിൻ B5ഉം വൈറ്റമിൻ B6, നമ്മുടെ വൈറ്റമിൻ C, പിന്നെ വൈറ്റമിൻ E, ഇത്രയും ഘടകങ്ങൾ എന്നിവയുടെ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് നമ്മുടെ നൈസ ആലോ ഹൈഡ്രേഷൻ മൾട്ടിപർപ്പസ് ക്രീം. ഇത് മുഖക്കുരു കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതൊരു വലിയൊരു ആശ്വാസമാണ്. മുഖക്കുരു ആയിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചർമ്മത്തില് ഈ ഒരു ക്രീം പുരട്ടിയാൽ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു തടസ്സം കിട്ടും. അതായത് ഞാൻ ക്രീം ഉപയോഗിക്കാറില്ല എന്ന് പറയുന്ന ആളുകളോട് തീർച്ചയായിട്ടും പറയാം, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കൂ. ഇത് ഉപയോഗിച്ചിട്ട് ഒരു ലെയർ പോലെ നമ്മുടെ ഫേസിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടിയിട്ട് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്കിന്നിനൊരു ശക്തി കിട്ടും. അതായത് UV രശ്മികളിൽ നിന്ന്, അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് കോശങ്ങൾക്ക് നേരിട്ട് കേടുപാടുകൾ വരുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്, നമുക്കറിയാം, പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതിന്റെ ഒരു തടസ്സം പോലെ സൃഷ്ടിച്ചിട്ട് നമ്മളെ സ്കിന്നിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രീം ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ എന്താണ് നമ്മുടെ നൈസ ആലോ ഹൈഡ്രേഷൻ മൾട്ടിപർപ്പസ് ക്രീമിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത? നിങ്ങളുടെ ക്രീം എന്താണ് മാർക്കറ്റിലുള്ള ക്രീമുകളുമായിട്ടുള്ള ഒരു സവിശേഷത എന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്ന ചില സവിശേഷതകളുണ്ട്. അത് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. മോയ്സ്ചറൈസർ ആണ് നമ്മുടെ ഈ ഒരു നൈസ ആലോ ഹൈഡ്രേഷൻ മൾട്ടിപർപ്പസ് ക്രീം എന്ന് പറയുന്നത്. അതായത് കറ്റാർവാഴ അടങ്ങിയിരിക്കുന്നതിനാൽ, ഞാൻ നേരത്തെ പറഞ്ഞു പ്രകൃതിദത്ത മോയ്സ്ചറൈസർ ആണ് കറ്റാർവാഴ, അത് അടങ്ങിയിരിക്കുന്നതിനാൽ 24 മണിക്കൂർ ആഴത്തിലുള്ള നമുക്ക് ജലാംശം നമ്മുടെ ചർമ്മത്തിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. ഒരു ഡീപ്പ് മോയ്സ്ചറൈസിങ് സംഭവിക്കുന്നുണ്ട്. മുഖക്കുരു കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ചർമ്മത്തിന് നല്ല തിളക്കം നൽകാൻ വേണ്ടിയിട്ട്, നേരത്തെ പറഞ്ഞ പൊല്യൂഷനിൽ നിന്നെല്ലാം ഒരു കോട്ടിംഗ് ആയിട്ട് നിന്ന് ചർമ്മത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, നമ്മളെ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും നമ്മളെ കോശനാശം, അതായത് സെൽസ് ഡാമേജ് വരുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ബെസ്റ്റ് ക്രീമാണ് നമ്മുടെ ക്രീം. എല്ലാ സീസണിലും ഉപയോഗിക്കാം എന്നുള്ളത് വലിയൊരു സ്പെഷ്യാലിറ്റിയാണ്. ശരീരത്തിലും മുഖത്തും ഉപയോഗിക്കാം നമുക്ക്. കാരണം കട്ടിയുള്ള ഒരു ക്രീം അല്ല ഇത്, ഭാരം കുറഞ്ഞ ലൈറ്റ് ആയിട്ടുള്ള എണ്ണമയമില്ലാത്ത ക്രീമാണ് നൈസ ആലോ ഹൈഡ്രേഷൻ മൾട്ടിപർപ്പസ് ക്രീം. അതായത് നമുക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ത്വക്ക് പരിശോധനയ്ക്ക് സ്കിൻ ടെസ്റ്റിന് വിധേയമാക്കിയത്, പാരബൻ രഹിതമായിട്ടുള്ളത് എല്ലാമാണ് നമ്മുടെ ക്രീം എന്ന് പറയുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന കറ്റാർവാഴ, വൈറ്റമിൻ B3, B5, B6, വൈറ്റമിൻ C, പിന്നെ വൈറ്റമിൻ E തുടങ്ങിയ ചേരുവകളുടെ സമൃദ്ധി നമുക്ക് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരത്തിലും മുഖത്തും മുഴുവനും പുരട്ടിയിട്ട് മൃദുലമായിട്ട് മസാജ് ചെയ്യുക. ചർമ്മം വരണ്ടു പോകുന്നതിനെ ടോട്ടലി പരിഹരിക്കും ഈ ഒരു പ്രയോഗം. പിന്നെ അത് മാത്രമല്ല, തീ കൊണ്ട് പൊള്ളിയതോ മറ്റു അടയാളങ്ങളോ ചർമ്മത്തിലുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപർപ്പസ് ക്രീമിന്റെ ദിവസവുമുള്ള ഉപയോഗത്തിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. നന്നായിട്ട് പിന്നെ നല്ല സോഫ്റ്റ് മസാജിങ്ങിലൂടെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ സ്കിന്നാണ്, വളരെ കരുതലോട് കൂടിയിട്ട് റഫായിട്ട് യൂസ് ചെയ്യാതെ സോഫ്റ്റ് മസാജിങ്ങിലൂടെ നമുക്കൊരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്ന നമ്മുടെ RCMലുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് നൈസ ഫ്രഷ് ആൻഡ് ഷൈൻ ക്രീം. അപ്പൊ ഒരുപാട് ക്രീമുകളെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ ചോദിക്കും, ഞാൻ ഇതിൽ ഏതാണോ ഉപയോഗിക്കേണ്ടത്, ഇതാണോ ഉപയോഗിക്കേണ്ടത്, അതാണോ ഉപയോഗിക്കേണ്ടത്?
സത്യം പറഞ്ഞാൽ ഓരോ ക്രീമിനും ഓരോരോ പർപ്പസ് ആണ്, ഓരോ ഫലമാണ്, ഓരോ പ്രയോജനമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നേരത്തെ പറഞ്ഞ് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി കറ്റാർവാഴയുടെ ഇൻഗ്രീഡിയന്റ് ആണ്. നമുക്ക് മോയ്സ്ചറൈസർ ആയിട്ട് നല്ല ഹൈഡ്രേഷൻ നിലനിർത്താൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അപ്പോഴെന്താണ് നൈസ ഫ്രഷ് ആൻഡ് ഷൈൻ ക്രീമിന്റെ ഒരു ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാത്രി മുഴുവൻ നമ്മൾ ജോലി ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ യാത്ര ചെയ്തതുകൊണ്ടോ, നമ്മൾ തലേ ദിവസത്തെ പാർട്ടി കാരണമോ, അല്ലെങ്കിൽ സമ്മർദ്ദകരമായ നമ്മുടെ ജോലി ഭാരം മൂലമോ, അല്ലെങ്കിൽ നമ്മുടെ ചർമ്മം രാവിലെ വളരെ ഡള്ളായിട്ട് തോന്നുക അല്ലെ, നമ്മൾ രാവിലെ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് ചർമ്മം മങ്ങിയതായിട്ട് തോന്നാറുണ്ട് ചില ചില അവസരങ്ങളിൽ. ചിലപ്പോ മുഖത്തുള്ള നമ്മുടെ വരകള്, അല്ലെ, ചുളിവുകള്, ഇവിടെയെല്ലാം ആഴം കൂടിയ പോലെ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കണ്ണാടി നോക്കുന്ന സമയത്ത് അയ്യോ എന്റെ ഫേസ് ഇന്ന് വളരെയധികം മോശമായിട്ടുണ്ടല്ലോ, എന്ത് അയ്യോ റിങ്കിൾസ് ഒക്കെ വീണോ, ഇന്നലെ ഇത് ഇത്ര ഉണ്ടായിരുന്നില്ലല്ലോ, അങ്ങനെയുള്ള ഒരു ആദി പ്രത്യേകിച്ച് ലേഡീസിന്. എനിക്ക് തോന്നുന്നു ഇപ്പൊ പുരുഷന്മാരും വളരെ അധികം ശ്രദ്ധാലുക്കളാണ് ഫേസിന്റെ കാര്യത്തിൽ. നമുക്ക് വിഷമം ഉണ്ടാക്കാറുണ്ട് നമ്മൾ ഓരോ ദിവസം കൂടുന്തോറും നമ്മുടെ പ്രായം മുമ്പോട്ട് പോകുന്ന സമയത്ത്, അല്ലെ, നമുക്ക് ഒരു ചെറിയ പേടി എല്ലാവരുടെ ഉള്ളിലും ഉള്ളതാണ്, നമ്മൾ പ്രായമായി പോകുന്നുണ്ടോ എന്നുള്ളത്. പക്ഷെ ആ പ്രായത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഒരു പുതുജീവനം കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ഒരു അവസരത്തിൽ നമ്മുടെ ചർമ്മത്തിന് ഒരു പുതു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട്, സുന്ദരമാവാൻ വേണ്ടിയിട്ട്, മൃദുലമാകാൻ വേണ്ടിയിട്ട്, ഉന്മേഷമുള്ള ചർമ്മമാകാൻ വേണ്ടിയിട്ട്, നമ്മൾ ഈ പറഞ്ഞ വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ അകറ്റാൻ നമ്മെ സഹായിക്കുന്ന ഒരു അനുഗ്രഹമായിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റ് ആണ് നൈസ ഫ്രഷ് ആൻഡ് ഷൈൻ ക്രീം എന്ന് പറയുന്നത്. ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു ക്രീമാണിത്. പക്ഷേ 100% റിസൾട്ടാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്തമായ ചേരുവകൾ എന്തെല്ലാമാണ് എന്നുള്ള ചിന്ത അപ്പൊ നമ്മളിലേക്ക് വരാറുണ്ട്. എന്തൊക്കെയാണ്? കറ്റാർവാഴ എന്ന് പറയുന്ന സംഭവം ഇതിലും അടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല അതിന്റെ പ്രത്യേകത. നമുക്കറിയാം കറ്റാർവാഴ ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്തി മുഖചർമ്മത്തിന്റെ കാന്തി നിലനിർത്താൻ സഹായിക്കുന്നു നമ്മൾ പഠിച്ചു. പക്ഷേ ഈ ഒരു എല്ലാ ക്രീമിലും ഈ കറ്റാർവാഴയുടെ സ്വാധീനം ആവശ്യമാണ്. കാരണം ഹൈഡ്രേഷൻ നിലനിർത്തുക എന്നുള്ളത് ആവശ്യമാണ്. ഡ്രൈ ആയിട്ടുള്ള ഒരു ക്രീമും നമ്മുടെ ഫേസിന് ഗുണം ചെയ്യില്ല. നല്ല എന്താ പറയാ, ജലാംശം നിലനിൽക്കുന്ന രീതിയിലുള്ള ക്രീം തന്നെയാണ് നമ്മുടെ ത്വക്കിന് സ്യൂട്ട് ആവുക. പക്ഷേ എന്താണ് മൾട്ടിപർപ്പസ് ക്രീമുമായിട്ടുള്ള വ്യത്യാസം എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. മെന്തോൾ എന്ന് പറയുന്ന ഒരു ഘടകം കൂടെ നമ്മുടെ ഈ ഒരു ക്രീമിലുണ്ട്. സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്നതോടൊപ്പം ഫ്രഷ് ആക്കാൻ സഹായിക്കുന്നതാണ് ഈ മെന്തോൾ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഒത്തിരി ഘടകങ്ങൾ. ഇപ്പൊ കറ്റാർവാഴ നമ്മൾ പറഞ്ഞു, പിന്നെ മെന്തോളാണ്, പിന്നെയുള്ളത് റോസ്മേരി എക്സ്ട്രാക്റ്റ് ആണ്. അതായത് റോസ്മേരി എക്സ്ട്രാക്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്താണ് നമ്മുടെ സ്കിന്നിൽ റോസ്മേരിയുടെ ഒരു ഘടകം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചർമ്മത്തിൽ വീക്കവും വീർപ്പും തടിപ്പും ഒക്കെ ഉണ്ടാവാറുണ്ട് ചില ആളുകൾക്ക്. അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് വല്ലാതെ വീങ്ങിയ പോലെ കണ്ണിന് താഴെയൊക്കെ ഒരു വീർപ്പ്, ഒരു തടിപ്പ്, ഒരു പഫിനെസ് ഉണ്ടാവാറുണ്ട്. അത് മാറാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ റോസ്മേരി എക്സ്ട്രാക്ട് എന്നുള്ളത്. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇത് പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തുടങ്ങിക്കോളൂ. ആ ഒരു പഫിനെസ്, ആ ഒരു വീക്കം, വീർപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ക്രീം കൂടെയാണിത്. അതിലടങ്ങിയിരിക്കുന്ന റോസ്മേരി എക്സ്ട്രാക്റ്റിന്റെ സ്വാധീനമാണ് അത് വലിയൊരു കാര്യം. പിന്നെ വരുന്നതാണ് ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്. എന്താണ് ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്? മുന്തിരി വിത്തിന്റെ സത്ത്. നമുക്ക് മുന്തിരിയുടെ ഗുണങ്ങൾ ഒത്തിരി നമുക്കറിയാം. എന്താണ് മുന്തിരി വിത്തിന്റെ സത്ത്? നമ്മളെ ഈ ചുളിവുകൾ മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് വാർദ്ധക്യ സഹജമായ മറ്റു ലക്ഷണങ്ങളും ഒക്കെ ഉണ്ടാവും. അതായത് ചുളികൾ മാത്രമല്ല, നമ്മള് സ്കിന്നിന്റെ വല്ലാത്തൊരു വലിച്ചില്, ഒരു സാഗിങ്, അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്, മുന്തിരി വിത്തിന്റെ സത്ത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഇവിടെ താഴെ കാണുന്ന മറ്റൊരു ഘടകം നമുക്ക് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെ? ലാസ്റ്റ് വരുന്നത് വീറ്റ് ജെം ഓയിൽ ആണത്. എന്താണ് വീറ്റ് ജെം ഓയിൽ? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു പ്രധാന ചേരുവയാണ് ഈ ഒരു സംഭവം. ഗോതമ്പ് ജെം ഓയിലാണിത്. അതായത് കോശങ്ങളുടെ പുതുജീവനം, കൊളാജന്റെ ഉൽപാദനം എന്നിവയ്ക്ക് സഹായിക്കുന്ന പ്രധാന ചേരുവയാണ് ഈ ഒരു ഗോതമ്പ് ജെം ഓയിൽ എന്ന് പറയുന്നത്. എന്താണ് ഇത്? ഇതിന്റെ സ്വാധീനം കൊണ്ട് എന്താണ് ഈ ഒരു ക്രീമിന്റെ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചർമ്മത്തിന്റെ ഇലാസ്തികത നിലനിർത്താൻ വേണ്ടിയിട്ട്, ചർമ്മത്തിന്റെ പുതുമ ദീർഘനേരം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ ഒരു വീറ്റ് ജെം ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ക്രീം ഉപയോഗിക്കുന്നതിലൂടെ ദോഷകരമായ പരിസ്ഥിതിയിൽ നിന്ന് നമ്മുടെ ചർമ്മത്തിന് സംരക്ഷണം നൽകുന്നതിന് ഒരു കോട്ടിംഗ് ആയിട്ട് നിന്നിട്ട് ചർമ്മത്തെ മുഴുവൻ ദിവസം മുഴുവൻ തിളക്കമുള്ളതും പുതുമ ഉള്ള, ഒരു നല്ല തിളക്കമുള്ള പുതുമയുള്ള ആരോഗ്യമുള്ള ഒരു സ്കിന്നായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് വലിയ സഹായം ഈ ഒരു ക്രീമിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ട്. 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തെല്ലാം നമ്മൾ പറഞ്ഞു? നമ്മുടെ സ്കിന്നിനെ ക്ലെൻസ് ചെയ്ത്, നമ്മൾ സ്കിന്നെ മോയ്സ്ചറൈസ് ചെയ്ത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യങ്ങൾ നമുക്കറിയാം. നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഈ 3
3 ഉൽപ്പന്നങ്ങൾ കൊണ്ട് മാത്രം നമ്മുടെ സ്കിന്ന് വളരെയധികം സോഫ്റ്റ് ആയിട്ട്, നല്ല സപ്പിൾ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്, നല്ല എന്താ പറയാ മൃദുലമാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അത് നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുക. എല്ലാവർക്കും ഒരു ഫേസിന്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറിയിട്ട് വലിയ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് ആളുകളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. നമ്മുടെ RCM ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കട്ടെ. നല്ലൊരു ദിവസവും കൂടെ ഇതോടൊപ്പം നേരുകയാണ്. ശുഭദിനം നേരുന്നു. JRCM.